ഈ ഉണ്ണിയപ്പത്തിന് എത്ര ടേസ്റ്റ് കൂടണമെന്നറിയോ? എൻ്റെ വീട്ടിലെ ഈ വിഷുവിനും എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ചേച്ചിമാർക്കൊക്കെ 7-ാം മാസം 9-ാം മാസമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ സാധനം കുറച്ച് സ്പെഷ്യലാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കും. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയ വിഷുവിന് അപ്പൊ ഞാൻ കുറച്ച് ഹോസ്റ്റലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണിത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാലില്ലേ, വിഷുവിന് നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. വീട്ടിന്റെ അടുത്തുള്ളവരും ബന്ധുക്കളും എല്ലാരും കൂടി ഒന്നിച്ചേർന്ന വട്ടം കൂടിയാണ് ഈ ഒരു സന്ധ്യ സമയം. അപ്പോൾ കുറച്ച് പരദൂഷണവും കുശുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വരും. എനിക്ക് പിറ്റേ ദിവസം ആവുമ്പില്ലേ, വിഷുവിന് കണി നോക്കാൻ നമ്മൾ എല്ലാ വീട്ടിലും പോകുമല്ലോ. അപ്പുറത്തോട്ടിലും ഇപ്പുറത്തോട്ടിലും അമ്പലത്തിലും എല്ലായിടത്തും പോകും. അപ്പൊ നമുക്ക് ഈ ഉണ്ണിയപ്പാണ് കിട്ടുക. എല്ലായിടത്തും എവിടെ പോയാലും ഉണ്ണിയപ്പാണ് വിഷുവിൻ്റെ എന്ന് പോയാൽ കിട്ടുക. അപ്പൊ അന്ന് ഉണ്ണിയപ്പം കണ്ട് മടുത്തിട്ടുണ്ടാവും. അപ്പുറത്തോട്ടിലും എല്ലായിടത്തും ഉണ്ണിയപ്പം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കും. നമ്മൾ ഇതേപോലെ ഉണ്ണിയപ്പവും ഇത് കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, സദ്യയൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ സാധനം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തീരാറായിട്ടുണ്ടാവും. അപ്പൊ ഇത് ഞാൻ ഹോസ്റ്റലിലോട്ട് കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സാധനം തീരാനാവുമ്പില്ലേ 2-3 ദിവസം കഴിയണം. അപ്പത്തേക്ക് ഈ സാധനത്തിന് കുറച്ച് കട്ടിയാവും. ഇതാ ഇപ്പുള്ള പോലെ കുറച്ച് കട്ടിയാവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ 1-2 പെറുക്കി തിന്നിട്ട് ഒരു വട്ടിയുണ്ട്, വലിയൊരു വട്ടിയിൽ നിറച്ചുണ്ടാക്കും കേട്ടോ. ഒരു 3/4 ഭാഗം നിറച്ചുണ്ടാവും ഉണ്ണിയപ്പം. അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കണില്ലല്ലോ, വല്ലപ്പോഴല്ലേ ഉണ്ടാക്കണേ. അങ്ങനെ എന്നിട്ട് ഈ വട്ടിയിൽ ഇങ്ങനെ കുറഞ്ഞ് വരും. ഒരു 2-3 ദിവസമെല്ലാം കഴിയുമ്പോഴേ ഞാനും ഉണ്ണിയും അച്ഛനെല്ലാം വന്നിട്ട് അമ്മയോട് വയ്ക്കും, ഉണ്ണിയപ്പം തീർന്നാ. ഈ സാധനത്തിന് അപ്പോഴാണ് ഡിമാൻഡ് വരുന്നത്. അപ്പോഴത്തേക്ക് വട്ടിയിലുള്ളതെല്ലാം തീർന്ന് ഒരു 10-20 ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഉണ്ണിയപ്പത്തിന് ഡിമാൻഡ് വരുന്നത്. ആ സമയത്ത് ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും തീർന്നിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴാണ് ഉണ്ണിയപ്പത്തിനൊരു ടേസ്റ്റും ഡിമാൻഡും വരുന്നത്. ഉണ്ണിയപ്പം നിസ്സാരക്കാരനല്ല.